بسم الله والحمد لله والصلاة والسلام على رسول الله وعلى آله وصحبه أجمعين أما بعد. ഫത്ഹുൽ മുബീൻ 34-ാമത്തെ സബഖ്. ഫീഹി നമ്മൾ ഇവിടെ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന ഹദീസിലുണ്ട് എന്തുണ്ട്? അന്നഹു യംബഗിൽ മുഫ്തി വൽ ആലിമി വഗൈരിഹിമാ ഇദാ സുഇല അമ്മാ ലാ യഅലമു അൻ യഖൂല ലാ അഅലമു. അപ്പൊ അന്ത്യനാളിനെ കുറിച്ചാണ് ചോദിച്ചത്. അപ്പൊ നബി കൊടുത്ത മറുപടി എന്താ? സായിലും മസ്ഊലും സമമാണ്. സായിലിനേക്കാൾ മസ്ഊലിന് അന്ത്യനാളിനെ കുറിച്ച് അറിയൂല. അപ്പൊ ഇതിലുണ്ട് എന്തുണ്ട്? ഒരു ഫത്വ കൊടുക്കുന്ന ആളാവട്ടെ, പണ്ഡിതനാവട്ടെ, അവരല്ലാത്തവരാവട്ടെ, അറിയാത്തൊരു കാര്യത്തെക്കുറിച്ച് ഇത്തരം ആളുകളോട് ചോദിക്കപ്പെടുമ്പോൾ അവര് പറയാൻ അത്യാവശ്യമാണ് എനിക്കറിയൂല, അറിയാത്ത കാര്യം അറിയൂല എന്ന് തന്നെ പറയണം. അവിടെ എന്തെങ്കിലും ഞൊണ്ടിന്യായങ്ങൾ പറഞ്ഞ് രക്ഷപ്പെടുകയോ എന്തെങ്കിലും തെറ്റായ കാര്യം പറഞ്ഞുകൊണ്ട് ജനങ്ങൾക്ക് ഇടയിൽ എന്റെ നിലവാരം പോകുമല്ലോ എന്ന് തോന്നിക്കൊണ്ട് ഞഞ്ഞം പറയാൻ നിൽക്കണ്ട. അപ്പൊ അന്നദാലിക്കല്ല യങ്കുസുഹു ലാ അഇലമു എന്ന് ഒരാൾ പറഞ്ഞാല് അതുകൊണ്ട് അവന് യാതൊരു ചുരുക്കം വരാനില്ല, അവിടെ ഒന്നും സംഭവിക്കാനില്ല. ബൽ യുസ്തദല്ലു ബിഹി അലാ വറഇഹി വതഖ്വാഹു വഗഫൂരി ഇൽമിഹി. ഇതുകൊണ്ട് ഏറി വന്നാൽ അവിടെ എന്താ മനസ്സിലാക്കുക? മനുഷ്യൻ നല്ല ബുദ്ധിയുള്ള ആളുകൾ പറയും ആ പണ്ഡിതന് നല്ല വറ ഉണ്ട്, നല്ല ഭക്തിയുണ്ട്, അയാൾ ഇൽമുള്ള ഒരാളാണ് എന്നൊക്കെ ഈ വാക്കുകൊണ്ട് ലക്ഷ്യമാക്കപ്പെടാം. അറിവുണ്ടെങ്കിൽ അറിവുള്ളത് പറയും. അപ്പൊ അറിവുള്ളത് കൊണ്ട് തന്നെയാണ് ആ വിഷയത്തെക്കുറിച്ച് അറിയില്ലെങ്കിൽ അറിയില്ല എന്ന് പറയും. അറിയില്ല എന്ന് പറയണമെങ്കിൽ സൂക്ഷ്മത വേണം, ഭക്തി വേണം. അത്തരം ആളുകൾക്ക് അത് പറയാൻ കഴിയുള്ളൂ, അല്ലാത്തവർക്ക് പറയാൻ കഴിയൂല. അമ്മ കാല അക്കാലത്തിന് വേണ്ടി അലി റളിയല്ലാഹു അൻഹു, അലിയുൻ കറമല്ലാഹു വജ്ഹഹു മൂപ്പര് പറഞ്ഞല്ലോ, വാ ബർദാ അലാ കബദി, വാ ബർദാ അലാ കബദി എന്നാണ് മഹാൻ പറഞ്ഞത്. എപ്പോ? ഇദാ സുഇൽതു അമ്മാ ലാ അഅലമു, എനിക്ക് അറിയാത്തൊരു കാര്യം അതിനെക്കുറിച്ച് എന്നോട് ചോദിക്കപ്പെടുകയാണെങ്കിൽ അൻ അഖൂല ലാ അഅലമു, ലാ അഅലമു എന്ന് ഞാൻ പറയും. ആ പറയൽ എന്താണ്? എനിക്ക് വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. വാ ബർദഹ അലാ കബദി. അങ്ങനെ അലിയാർ തങ്ങൾ പറയാറുണ്ട്. എന്താ അവിടെ? മഹാനവർക്ക് ഇൽമില്ലാഞ്ഞിട്ടാ? അല്ലല്ലോ. മഹാനവറുകൾക്ക് എന്താണ് അതിനെപ്പറ്റി അറിവില്ലാഞ്ഞിട്ടോ? ഒന്നുമല്ല. പിന്നെന്താണ്? എന്റെ അങ്ങനെയാണ് അബർദുഹ അലാ കബദി എന്നാണ്. അങ്ങനെയാണ് അബർദുഹ അലാ കബദി. എന്റെ കരളിന്റെ മേലില് എന്നെ ഏറ്റവും തണുപ്പിക്കുന്നത് എന്താ? എനിക്കറിയാത്തൊരു കാര്യം എന്നോട് ചോദിച്ചാൽ ഞാൻ അറിയൂല എന്ന് പറയലാണ്. അതാണ് മഹാന്മാരൊക്കെ ചെയ്ത പണി. അപ്പൊ കാല ബഅദുസ്സലഫ് പറയുകയുണ്ടായി, ഇദാ അഖ്ത അൽ ആലിമു, ഒരു പണ്ഡിതൻ പഴച്ചാൽ, അഥവാ ലാ അദിരി എന്നാണ് ആ പഴവിന്റെ അർത്ഥം. അങ്ങനെ പഴച്ചാല് ഖദ് ഉസീബത്ത് മഖാലത്തുഹു, എന്നാൽ എന്താകും? അയാളെ മക്കാലത്തിന് യഥാർത്ഥമാക്കപ്പെടും, അതിന് സത്യം കിട്ടും. ലാ അദിരി എന്ന് പഴച്ചു പറഞ്ഞാൽ. അപ്പോ ഒരു പണ്ഡിതന്റെ പിഴവ്, ആ പിഴവ് എന്ന് പറഞ്ഞാല് അറിവോടുകൂടിയല്ല. ആ സംഗതി അറിയാത്തൊരു കാര്യമാണെങ്കിൽ അയാൾ അവിടെ വെച്ചിട്ട് പറയുന്നില്ല അതിരി, അത് അയാളെ വാക്കിനെ യഥാർത്ഥമാക്കപ്പെടുമെന്ന് സലഫുസ്സാലിഹിൽ ചില ആൾക്കാർ അങ്ങനെ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ചുരുക്കത്തിൽ അറിയാത്തൊരു കാര്യമാകുമ്പോൾ അങ്ങനെ പറയണം എന്ന് ഈ ഹദീസ് പഠിപ്പിക്കുന്നുണ്ട്. ഖാല, ജിബ്രീൽ അലൈഹിസ്സലാം നബിയോട് ചോദിച്ചു, അഖ്ബിർനി അൻ അമാറത്തിക, അന്ത്യനാളാണ് നിൽക്കട്ടെ, അമാറത്തിക അന്ത്യനാളിന്റെ അടയാളം എന്ത്? അത് നിങ്ങൾ എനിക്ക് വിവരം തരൂ എന്ന് നബിയോട് ജിബ്രീൽ അലൈഹിസ്സലാം പറഞ്ഞു. ബി ഫത്ഹിൽ ഹംസത്തി ആ, ഇത് ഹിയ ബി കസ്രിഹ. ഇമാറത്ത് വായിച്ചാൽ അതിന്റെ അർത്ഥം വിലായത്ത്, അധികാരം എന്നാണ്. അതല്ല ഇവിടെ ഉദ്ദേശം അടയാളം എന്നാണ്. അപ്പൊ അമാറത്ത് ഐ അസ്റാത്തിക വ അലാമാത്തിക അദ്ദാല്ലത്തി അലാ ഖിത്റാബിഹ, അന്ത്യനാള് അടുത്തു വന്നിട്ടുണ്ട് എന്നതിന്റെ മേൽ അറിയിക്കുന്ന അടയാളങ്ങളും
അതിന്റെ സൂചനകളും എന്തൊക്കെയാണ് എന്നാണ്. ഓ ബിമാ റുവിയ ഓ റുബമാ റുവിയ, ചിലപ്പോൾ റിപ്പോർട്ട് ചെയ്യപ്പെടാറുണ്ട് അമാറാത്തിഹ എന്നും കാണാം. ഇവിടെ മുഫ്രദായിട്ടാണ്, ജമ്മായിട്ടും കാണാം. കാല അടയാളം ചോദിച്ചപ്പോൾ മുത്തുനബി തങ്ങൾ പറഞ്ഞു കൊടുത്തു, അൻതരിദൽ അമതു റബ്ബതഹ, അടിമയുടെ നേതാവിനെ പ്രസവിക്കുക എന്നാണ്. അമത്തി എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം അൽ ഖിന്നത്തു, അടിമ സ്ത്രീ എന്ന് തന്നെയാണ്. പിന്നെ അൽ അമത്തു എന്നതിൽ അലിഫിലാം എന്ത്, അൽ ഫീഖ, അൽ അമത്തു എന്നതിലെ അലിഫിലാമ് ലിൽ മാഹിയത്തി വനഅവിഹ മിമ്മാ യഅതി, ശേഷം വരുന്നതിൽ നിന്ന് മാഹിയത്തിനും അതുപോലത്തതിനൊക്കെയാണ് ഹഖീഖത്തിലുള്ള അലിഫിലാമാണ് അത് എന്നർത്ഥം. ദൂറൽ ഇസ്തിഗ്റാഖി, അടിമ എന്ന് പറയുന്ന വർഗത്തെ ഉൾപ്പെടുത്തുന്നതിനുള്ളതല്ല. അപ്പൊ അത് ഇസ്തിഗ്റാഖിന്റെ അലിഫിലാമല്ല, അല്ലമത്തിൽ അലിഫിലാം മാഹിയത്തിന്റെ അലിഫിലാമാണ്. എന്തുകൊണ്ട്? അദമി ഇത്തുറാദി ദാലികാബി കുല്ലി അമത്തിൻ, എല്ലാ അമത്തിലും ആ ഒരു സംഗതി തുടർന്ന് വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇസ്തിഗ്റാഖിന്റെ അലിഫിലാം അല്ല, ഇത് മാഹിയത്തിന്റെ അലിഫിലാമാണ്. അപ്പൊ അടിമ സ്ത്രീ പ്രസവിക്കുക. റബ്ബത്തഹ എന്ന് പറഞ്ഞാൽ ഐ സയ്യിദത്തഹ, അവൾക്കുള്ള നേതാവിനെ. വഫീ റിവായത്തിൻ, ഒരു റിപ്പോർട്ടിൽ കാണുക റബ്ബഹ ഐ സയ്യിദഹ. അപ്പൊ റബ്ബത്തഹ എന്ന് പറഞ്ഞ സയ്യിദത്ത്, റബ്ബഹ എന്ന് പറഞ്ഞ സയ്യിദ്, ആണായിട്ടും പെണ്ണായിട്ടും. വഫീ ഉഖ്റ, വേറൊരു നിവേദനത്തിൽ കാണാം ബൈലഹ, അവളുടെ ബായിലിനെ അവൾ പ്രസവിക്കുക. ബായിൽ എന്ന് പറയുമ്പോൾ റബ്ബഹ, അതിന്റെ അർത്ഥം റബ്ബന്നെ. അങ്ങനെ റബ്ബിനെയോ അല്ലെങ്കിൽ നേതാവിച്ചിയെയോ നേതാവിനെയോ പ്രസവിക്കുക ഒരടിമ. ഒമിൻകു, ഈ പറയുന്ന റബ്ബി എന്ന അർത്ഥത്തിൽ വന്ന പദത്തിൽപ്പെട്ടതാണ് ബായല്. അതദ്ഊന ബായലൻ, നിങ്ങൾ ബായിലിനെ വിളിക്കുകയാണോ പ്രാർത്ഥിക്കുകയാണോ? ഐ റബ്ബൻ, റബ്ബിന്. അത് കിനായത്തൻ, ബായില് നല്ല ഹഖീഖിയമായ ഭർത്താവ് എന്നായിരിക്കും. അത് മാറ്റിയിട്ട് എന്തായി റബ്ബ് എന്നുള്ള അർത്ഥത്തിന് വന്ന് കിനായത്തായിട്ടാണ്. ഇമ്മ അൻ കസറത്തി സറാരിയ അൽ ലാസിമത്തി ലിസ്തിലാഇന അലാ ബിലാദിൽ കുഫ്രി, കുഫറിന്റെ നാടിൽ നമ്മൾ അധികാരം നടത്തലിന് നിർബന്ധമായി വരുന്ന ഒരുപാട് അടിമകളായി പിടിക്കപ്പെടുക, അതിനെ തൊട്ട് എന്തായിട്ട് പറയാം ഇവിടെ, അല്ലെങ്കിൽ കിനായത്ത്, അല്ലെങ്കിൽ എന്താ, ഇങ്ങനെ അധികം അടിമകൾ ഉണ്ടാവാം. കുഫാറുകളുടെ നാടിന്റെ മേൽ നമുക്ക് അധികാരം നടത്തലിനെ നിർബന്ധമാക്കി വരുന്ന കുറെ അറസ്റ്റുകൾ ഉണ്ടാവും. അതിനെ തൊട്ട് പറഞ്ഞതാവാം. അത്താ തരിത സെരിയത്തു ബിന്ദൻ ഔ ഇബ്നല്ലി സയ്യിദഹ, എത്രത്തോളം എന്ന് വെച്ചാൽ അതിന് തടവുകാരായി പിടിക്കപ്പെട്ടതിൽ ഒരു അടിമ സ്ത്രീ ഒരു പെൺകുട്ടിയെയോ ഒരു ആൺകുട്ടിയെയോ പ്രസവിക്കാം അവൾക്കുള്ള യജമാനന്. അങ്ങനെ വരുമ്പോൾ വലതുക സയ്യിദഹ കഅബീഹി, ആ കുട്ടിന്റെ പിതാവ് ഈ അടിമ സ്ത്രീയുടെ യജമാനനല്ലേ എന്നതുപോലെ ആ കുട്ടിയും എന്താവും ഇവളുടെ യജമാനായി മാറും. ആ നിലക്ക് പറയാം. അവൽ അലാമത്തു, അടയാളം ഇസ്തിലാഉന അലാ ബിലാദിഹിം, കുഫറിന്റെ നാടുകളുടെ മേൽ നമ്മൾ അധികാരം നടത്തലാണ്. വഗസറത്തിൽ വുതൂഇ തസറി, അടിമകളായി പിടിക്കലും വിജയം അധികം ഉണ്ടാവലും എന്നിത്യാദി കാര്യങ്ങളൊക്കെയാണ് ഈ അടയാളങ്ങളായിട്ട് വരിക. അങ്ങനെ വരുമ്പോൾ അവളുടെ സയ്യിദിന് പ്രസവിക്കുന്ന കുട്ടികളായിട്ട് ഇവക്കുണ്ടാവും. അങ്ങനെ ആ കുട്ടി അവൾക്ക് സയ്യിദായി മാറും. അല്ലെങ്കിൽ അന്തരിതൽ അമത്തു റബ്ബത്ത എന്നതിനർത്ഥം ഔ അൻ കസറത്തി ബൈഇൽ മുസ്തൗലദാതി ലിവസാദിൽ ജമാനി, കാലം നാശമായതുകൊണ്ട് ഇവിടെ മുസ്തൗലിദാത്തായി കുട്ടികൾക്ക് ജന്മം നൽകിയതായിരിക്കുന്ന അടിമ സ്ത്രീയെ വിൽക്കുക. ആ വിൽക്കൽ അധികം വരും എന്നാണ്. അത്താ തസ്തരിയൽ മർഅതു ഉമ്മഹ, ഈ പെണ്ണ് അവളുടെ ഉമ്മയോ വാങ്ങാൻ വേണ്ടി. തസ്തരി കഹ, അവളെ അടിമയാക്കാൻ വേണ്ടിയിട്ടും വരും. ജാഹിലത്തൻ അന്നഹ ഉമ്മുഹ, ഇവൾ വാങ്ങിയതായ പെണ്ണ് അവളുടെ ഉമ്മയാണ് എന്നവൾ അറിയൂല. അറിയാതിരിക്കെ ഒരു പെണ്ണിനെ പോയിട്ട് വാങ്ങും. ആ പെണ്ണ് വാങ്ങി തനി ഉമ്മയായിരിക്കും. ആ ഉമ്മയെ അടിമസ്ത്രീയാക്കി വെക്കും. ഈ നിലയിലും എന്ത് പറയുക, അടിമസ്ത്രീ അവളുടെ യജമാനത്തെ പ്രസവിച്ചു പറയാം. അലാമത്തു, അപ്പോ അതിന്റെ അടയാളം വലബത്തുൽ ജഹിലി അന്നാശി അൻഹ
ബൈഉ ഉമ്മുൽ വലത്, കുട്ടിക്ക് ജന്മം നൽകിയ അടിമ സ്ത്രീയെ വിൽക്കുക. ആ വിൽപ്പന വരുന്നത് എങ്ങനെയാ? ഈ പറയുന്ന അടിമയെ തൊട്ട് വളർന്നു വന്നതായ ഒരു വിവരക്കേണ്ട ഈ പെണ്ണ് അതിങ്ങനെ മികച്ചു വന്നപ്പോ അതിന്റെ അടയാളമായിട്ട് വരിക എന്തായിരിക്കും? കുട്ടിക്ക് ജന്മം നൽകിയ ഉമ്മാനെ വിൽക്കലായിരിക്കും ഉണ്ടാവുക. വഹുവ മംനൂൻ ഇജ്മാഅൻ അലാ നിസാഇൻ ഫീഹി, അതിൽ തർക്കമുണ്ട് ആ ഇജ്മാഇൽ. ആ തർക്കമുള്ളതോടുകൂടി തന്നെ ഇജ്മാ നൽകി ഇത് പാടില്ലാത്തതാണ്, മുസ്തൗലിദത്തിനെ വിൽക്കാൻ പാടില്ല, അങ്ങനെ വിൽക്കൽ വരും. ഖീല പറയപ്പെടുന്നു വയതസവ്വറു ഹാദാ ബി ഗൈരി ഉമ്മഹാത്തിൽ ഔലാദി, ഈ പറഞ്ഞത് കുട്ടിയുടെ ഉമ്മകൾ അല്ലാത്തതിലാണ്. അതെങ്ങനെയാ? ബിയാൻ തരിത ഹുറം ബി ശുബ്ഹ, ശുബ്ഹയുടെ ബന്ധത്തിൽ കൂടി ഒരു സ്വതന്ത്ര കുട്ടിയെ ഈ അടിമ പ്രസവിക്കുക. അതായത് ഇത് ഇവന്റെ അടിമയാണെന്ന് വിചാരിച്ചോ ബന്ധപ്പെട്ടു, അതിന് സ്വതന്ത്രമായ കുട്ടികൾ ജന്മം നൽകിയ സുബഹം നൽകാം. അല്ലെങ്കിൽ നിക്കാഹ്, നിക്കാഹുമായിട്ടോ ഔ ജിനൻ അല്ലെങ്കിൽ ജിനി കൊണ്ടോ ഒരടിമ സ്ത്രീയെ ഒരടിമ കുട്ടിയെ പ്രസവിക്കുക, അങ്ങനെയും വരാം. സ്വഹീഹൻ, പിന്നീട് ഈ കുട്ടിയെ അല്ലെങ്കിൽ ഈ പെണ്ണിനെ ഒരു സ്വഹീഹായ വിൽപ്പനയായിട്ട് വിൽക്കപ്പെടാം. അങ്ങനെ തദൂറുബിൽ ഐദി, കൈകളിലൂടെ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുമ്പോൾ അത്തായസ്തരിയഹ വലതുക, അവസാനം അവളെ കുട്ടി വാങ്ങും, അവിടേക്ക് കൈമാറി കൈമാറി വന്നുകൊണ്ടിരിക്കും. ഇങ്ങനെയും ആവാം. വഹാദ അക്സർ, ഇതാണ് അധികവും. ആമായതും ഇങ്ങനെ തന്നെ. മിൻ തഖ്ദീരി ഉമ്മഹാത്തിൽ ഔലാദി, കുട്ടികൾക്ക് ജന്മം നൽകിയ ഉമ്മകളിൽ ഈ പറയുന്ന കാര്യം സങ്കല്പിക്കുന്നതിനേക്കാൾ അധികവും ആമായതും ഈ രീതിയാണ്. അങ്ങനെയും പറയാം. അല്ലെങ്കിൽ അന്തരിതല്ലമത്തുറബത്ത എന്നതിനർത്ഥം ഔ അൻ കൗരിൽ ഇമായി, അടിമ സ്ത്രീകൾ ആവുക, യലിദൽ മുലൂക്ക, രാജാക്കന്മാർക്ക് ജന്മം നൽകുന്നവരായി വരിക. അങ്ങനെ വരുമ്പോൾ ഉമ്മൽ മലിക്കി, അപ്പൊ ഈ രാജാവിന് ജന്മം നൽകിയ ഉമ്മയാകും. മിൻ ജുംലത്തി റഅയ്യത്തി, ആ രാജാവിന്റെ ഭരണീയരുടെ കൂട്ടത്തിൽ പെട്ടതായിട്ട് ഉമ്മയും വരും. അങ്ങനെ വരാം. വഹുവ സയ്യിദുഹ, അപ്പോൾ ഈ രാജാവ് ആ ഉമ്മയുടെ യജമാനാവും. അപ്പൊ സയ്യിദു വൈരിഹ മിൻ റഅയ്യത്തി, ഉമ്മയുടെയും ഉമ്മയല്ലാത്ത മറ്റു ഭരണിയുടെ യജമാനും ആയിട്ട് വരും. ആ അർത്ഥപ്രകാരം ഒരടിമ തന്റെ യജമാനെ പ്രസവിക്കുന്നതാണ് രാജാവിനെ പ്രസവിക്കുവാൻ അർത്ഥമുണ്ട്. വൈന്നമാ എൽഗറു, ഈ പറഞ്ഞത് ലാഹിറാകും. ഹാദ അലാ റിവായത്തി റബ്ബഹ എന്ന് പറയുന്ന റിപ്പോർട്ട് പ്രകാരം ഈ സംഗതി ശരിയാ. ലാ റബ്ബത്തഹ എന്ന് പറഞ്ഞ റിപ്പോർട്ട് പറ്റൂല. എന്തുകൊണ്ട്? ലി നുദുറത്തി കൗലിൽ ഉൻസ മലിക്കത്തൻ, സ്ത്രീകൾ രാജാക്കന്മാരാവുന്നതിന് കുറവാണ്, അതുകൊണ്ട്. അല്ലെങ്കിൽ അതിന്റെ അർത്ഥം ഇങ്ങനെ വരാം. ഔ അൻ കസറത്തി ഹുഖൂഖിൽ ഔലാദിലി ഉമ്മഹാത്തിഹിം, കുട്ടികൾ ഉമ്മമാരെ വെറുപ്പിക്കൽ അധികമാവുക. ആ അർത്ഥപ്രകാരവും അന്തലിതൽ അമത്തു റബ്ബത്തഹ എന്ന് പറയാം. അപ്പൊ ഈ കുട്ടികൾ ഉമ്മമാരോട് പെരുമാറുക യജമാനൻ തന്റെ അടിമ സ്ത്രീയോട് പെരുമാറുന്ന രീതിയായിരിക്കും. യജമാനൻ അടിമ സ്ത്രീയോട് പെരുമാറുന്ന രീതി എങ്ങനെ? ലിഹാനത്തെ നിസ്സാരപ്പെടുത്തുക, വസബ്ബി ചീത്ത പറയുക, ഇതൊക്കെ ഉമ്മമാരെ മക്കൾ പറയും. ഈ നിലക്കും അർത്ഥം പറയാം. ഉമ്മ റബ്ബിനെ പ്രസവിച്ചു എന്ന് പറഞ്ഞ അർത്ഥം ഇങ്ങനെയാണ്. ഈ പറഞ്ഞതിന് അടിസ്ഥാനമാക്കപ്പെടാൻ പറ്റും റിവായത്തിൽ ഒരു റിപ്പോർട്ട് കൊണ്ട്. എന്ത്? റിവായത്തി അന്തലിതൽ മർഅത്തു, ഒരു പെണ്ണ് പ്രസവിക്കുക എന്നും കാണാം. ഒബി ഖബറില്ലാ തഖൂമു സാഅത്തു ഹത്താ യകൂനൽ വലദു ഗൈളാ, അന്ത്യനാൾ ഉണ്ടാവൂല, കുട്ടി നല്ല ദേഷ്യക്കാരനായി മാറും, കുട്ടി മോശക്കാരനായി മാറും. അങ്ങനെയാകുന്നത് വരെ മാതാപിതാക്കൾക്ക് ഉപദ്രവം ചെയ്യുന്ന കുട്ടിയായിട്ട് മാറും. ആ കുട്ടി ഉണ്ടാവുന്നത് വരെ അന്ത്യനാൾ ഉണ്ടാവുക എന്ന ഹദീസും, ഒരു പെണ്ണെന്താവുക, അവളുടെ പെണ്ണ് പ്രസവിക്കുക, അമത്ത് നല്ല പെണ്ണ്. അങ്ങനെ വരുമ്പോൾ ഈ അർത്ഥം എന്താണ്? മാതാപിതാക്കളെ വെറുപ്പിക്കുന്ന മക്കളുണ്ടാവുക. ഈ അർത്ഥപ്രകാരവും അന്തരിതൽ അമത്തു റബ്ബത്തത. ഇതിന് ഇസ്തീനാസാക്കിയിട്ട് തെളിവാക്കപ്പെടാൻ പറ്റും ഈ റിപ്പോർട്ടിന് അർത്ഥം. അവൻ കെസിലത്തി ബൈ സറാരി, അല്ലെ അടിമ വിൽപ്പന അധികമാവുക എന്ന അർത്ഥമുണ്ട്. എത്രത്തോളം?
ഹത്തായത്തവതൽ ഇൻസാനും ഉമ്മവും, അവന്റെ ഒരു മനുഷ്യൻ തന്റെ ഉമ്മയെ വിവാഹം കഴിക്കും, അതുവരെ വരും. അത്രത്തോളം വിൽപ്പന അധികരിക്കുന്നു. ഓവല എതിരി, ഇവൻ കല്യാണം കഴിച്ച അടിമ സ്ത്രീ ഓന്റെ ഉമ്മയാണെന്ന് അറിയൂല. ആ നിലക്കുള്ള വിവാഹം നടക്കും. ബിനാഅൻ അലാ റിവായത്തി ബൈലഹ, ബൈലഹ എന്ന് പറയുന്ന റിപ്പോർട്ട് പ്രകാരം. അന്നൽ മുറാദ ബിഹി, അതുകൊണ്ട് ഉദ്ദേശം സൗജുക, അവിടെ ഭർത്താവുമാണ്. ആ നിലക്ക് വെച്ചാൽ ഒരു പെണ്ണ് അടിമ സ്ത്രീ തന്റെ ഭർത്താവിനെ പ്രസവിക്കുക എന്നർത്ഥം വെക്കാം. ഇതും ഖിയാമത്തൊന്നാണ്ട് അടയാളമായിട്ട് വരും. വലാ ദലാലത്തവി ദാലിക ലിമൻ ഇബി ഉമ്മഹാത്തിൽ ഔലാദി വലാലി ജവാസിഹി, എന്നാൽ അതിന് അറിയിക്കലില്ല കുട്ടിയുടെ ഉമ്മയെ വിൽപ്പന പാടില്ല എന്നതിനോ അങ്ങനെ വിൽക്കാൻ പറ്റും എന്നതിനോ ഇവിടെ തെളിവില്ല ഈ ഹദീസിന്. ഖിലാഫൻ ലിമൻ സഅമഹു, അങ്ങനെ ഉണ്ടെന്ന് വാദിച്ച ആൾക്കാർക്ക് എതിരായിട്ട്. കാരണം ഇത് ലാ യൽസമു മിൻ ഖൗനി ശൈഇ അലാമത്തൻ ലിസാഅതി, അന്ത്യനാളിന് ഒരു കാര്യം അടയാളമായി വരിക എന്നതിനാൽ ഹിർമത്തുഹു വലാ ദംബുഹു, ആ കാര്യത്തിനെ അറാമാക്കുക അല്ലെങ്കിൽ അത് ആക്ഷേപിക്കുക എന്ന് ലാജിമായി കിട്ടുമോ? ഇല്ലല്ലോ. എന്തുകൊണ്ട്? ലിമായത്തി തത്താവിലിൽ മുഞ്ഞാനി വൈരി, എടുപ്പുകളും അത് അല്ലാത്തതിലും നീട്ടിപ്പരത്തുന്ന കാര്യത്തിൽ ശേഷം വരുന്നുണ്ട്. അത് വെച്ച് നോക്കുമ്പോൾ ഇവിടെ ആക്ഷേപിക്കുവാനോ ഹറാമാക്കുവാനോ വകുപ്പില്ല, നിർബന്ധമാവില്ല. വീണ്ടും പറയട്ടെ, ഫകമാഫിഹി ഇഷാറത്തുൻ ഇലാ ജവാജി ബൈഇഹ, ഈ അടിമ സ്ത്രീയെ ഉമ്മഹാത്തുൽ ഔലാദിനെ വിൽക്കൽ ജായിസാണ് എന്നതിലേക്ക് അതിലൊരു ചൂണ്ടലുള്ളതുപോലെയുണ്ട്. എന്ത് ഭാഗത്തിൽ കൂടെ? മിൻ ജിഹത്തി അന്നഹു ജഅലു വലദിഹ സയ്യിദഹ, അവളുടെ കുട്ടിയെ സയ്യിദൻ ആക്കുക എന്ന ഭാഗത്തിൽ കൂടെ, അവളുടെ യജമാനാക്കി മാറ്റുക. അൽ മുസ്തൽസിമി ലിമിൽക്കിഹി ലഹ ബഅദൽ മൗതി ഹത്താ അതഖത്, മരിച്ച ശേഷം അവള് മോചിതയാവും. അങ്ങനെ മോചിതയാവുന്നത് വരെ ഈ പറയുന്ന അടിമ സ്ത്രീയെ എന്താക്കും? ആ കുട്ടി ഉടമയാക്കും. ആ ഉടമയാക്കലിനെ ലാസിമാക്കുന്ന രീതിയിൽ അവൾക്കുള്ള സയ്യിദിനെ ആക്കുക എന്ന ആവശ്യത്തിൽ കൂടെ വരുമ്പോ വിൽക്കാനും പറ്റുന്ന സൂചനയുണ്ട്. വയൽദുമിൻ കൗനിഹ ഇർസൻ, ഈ ഉമ്മു വലത് അനന്തരാവശ്യാവുക എന്നതിനാൽ ലാസിമാണ് ജവാദ് ബൈഇൽ മുസ്തൗലിദി ലഹ, അവളെ ജന്മം നൽകിയ ആളെ വിൽക്കൽ ജവാസാണ് എന്ന് പറ്റും. ഫീഹി ഇഷാറത്തുൻ ഇലാ മൻഇ ബൈഇഹ, എന്നാല് അവളെ വിൽക്കാൻ പാടില്ല എന്നതിലേക്കും സൂചനയുണ്ട്. കാരണം ലി അന്ന മഅന കൗനി വലദിക റബ്ബഹ, അവളുടെ കുട്ടി അവൾക്ക് റബ്ബാവുക എന്നതിന്റെ അർത്ഥം അന്നഹ ബി വിലാദത്തി അതഖത്ത് എന്നായി. ആ കുട്ടിക്ക് അവൾ ജന്മം നൽകുന്നതോടുകൂടി അവൾ അടിമത്വത്തിന് മോചിതമായി എന്നാണ്. അവ വിൽക്കാൻ പാടില്ല, അത് കിട്ടും. ആയി സബത്തലഹ ഹഖ്ഫൽ യത്തഖി, അപ്പൊ അവിടെ മോചിതമാവുക എന്നൊരു ബാധ്യത അവൾക്ക് സ്ഥിരമായി. സംതനമയുക, അങ്ങനെ വരുമ്പോ അവളെ വിൽക്കാനും പാടില്ലാതെ വന്നു. ഒമിൻ സമ്മ, അതുകൊണ്ടല്ലേ ഖാല സല്ലല്ലാഹു അലൈഹി വസല്ലമ ഫീ സരിയത്തിഹി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സരിയത്ത് അഥവാ മാരിയത്തിൽ ഖിബിത്തിയ എന്ന് പറയുന്ന സരിയത്തില് ആ അടിമസ്ഥലിൽ നബി തങ്ങൾ പറഞ്ഞു, ലമ്മ വലദത്ത് ഇബ്രാഹിം എന്ന് പറയുന്ന കുട്ടിക്ക് മാരിയത്തിൽ ഖിബിത്തിയ എന്ന അടിമസ്ത്രീ ജന്മം നൽകിയപ്പോൾ ആയുത്തഖഹ വലദുഹ, ഇപ്പൊ അടിമയല്ല മാരിയ. കുട്ടി ജനിച്ചതോടുകൂടി ആ കുട്ടി അവളെന്തായി? അടിമത്തൊന്ന് മോചിതയാക്കി എന്ന് പറഞ്ഞ നിമിതങ്ങൾ. ഫലമ്മ തആറള ഹാദാനിൽ ഇഹ്തിമാലാനി, അപ്പൊ ഇങ്ങനെ രണ്ട് ഇഹ്തിമാൽ പറ്റൂല, ഈ രണ്ട് ഇഹ്തിമാലും ഇവിടെ വൈരുദ്ധ്യങ്ങളായി വന്നപ്പോ തസാഖത്ത, അത് രണ്ടും പോയി, ഇങ്ങനെ പറ്റൂല. അങ്ങനെ വസാറ തഖദീമു അഹദിഹിമാ തഹക്കുമൻ, തഹക്കുമൻ നൽകി ഈ പറഞ്ഞത് ഏതെങ്കിലും ഒന്നിനെ മുന്തിക്കലായി വരികയും ചെയ്തു. അപ്പൊ ചുരുക്കത്തിൽ അടിമ സ്ത്രീ തന്റെ യജമാനത്തെ പ്രസവിക്കുക അല്ലെങ്കിൽ യജമാനെ പ്രസവിക്കുക, അതിന്റെ രീതികൾ ഇവിടെ ചർച്ച ചെയ്ത് കഴിഞ്ഞു. ഉഫാത്തിനെ താങ്കൾ കാണുക, അതും ഖിയാമത്ത് എന്നാണ് അടയാളം. ഉഫാത്ത് എന്ന ജമ്മു ഹാഫിൻ ബിൽ മുഹ്മല, ഹാഫിൻ അല്ല ഹാഫിൻ ആണ് ഉഫാത്ത് ജമ്മ. വഹുവ മൻ ലാ നഅല ബിരിജ്ലിഹി, മൻ ലാ നഅല ബിരിജ്ലിഹി, കാലിൽ പാദരക്ഷ ഇല്ലാത്ത ആളെ കൊണ്ടാണ് ഹുഫാത്ത് എന്ന് പറയാം.
അവരെ നിങ്ങൾ കാണുക. അൽ ഉറാത്ത, പിന്നെ ആര്? നഗ്നന്മാരായ ആളുകൾ. ജമ്മു ആരിൻ, ആരിന്റെ ജമ്മാണ് ഉറാത്ത്. ആരിൻ എന്ന് പറഞ്ഞാല് മല്ലാ ഷൈഅ അലാ ജസദിഹി, അവന്റെ ശരീരത്തിൽ ഒന്നുമില്ല. അപ്പൊ നഗ്നത മറക്കാൻ പോലും കഴിയാത്ത ആള് അർത്ഥം. നഗ്നത മറക്കാൻ വാങ്ങാൻ കഴിവില്ലാത്ത, പാദരക്ഷ പോലും ധരിക്കാൻ കഴിവില്ലാത്ത ആളുകൾ നിങ്ങൾ കാണുക. ഒബിരിവായത്തിൽ ഒരു റിപ്പോർട്ടിൽ കാണുന്നത് അൽ ഹഫദത്ത് എന്ന് കാണാം. അതിന്റെ അർത്ഥം ഖദമത്ത്, ഖാദിമി എന്ന് പറഞ്ഞ സേവകന്മാർ, ജോലി ചെയ്യുന്ന ആളുകൾ എന്നാണ്. അപ്പോ ഇവിടെ അലിഫിലാമ് ചർച്ച ചെയ്യാണ്ട്. അലിഫിലാമ് പിന്നെ ഇവിടെ പറഞ്ഞ അലിഫിലാമൊക്കെ വൈനിഹിത്തമനത്തിൽ ഇസ്തിഗ്റാഖ, അത് ഇസ്തിഗ്റാഖിൽ എല്ലാത്തിനും ഉൾപ്പെടുത്തുന്ന അലിഫിലാമാവാൻ സാധ്യതയുണ്ടെങ്കിലും ഇല്ല അന്നൽ ആദത്തൽ ഖത്ഇയ്യ, എങ്കിലും ഒരു ഖത്ഇയ്യായ ആദത്തെന്താ? ദാലത്തുൻ അലാ തഖ്സീസിഹി, അത് അതിന്റെ തഖ്സീസിന്റെ മേൽ അറിയിക്കുക. അപ്പൊ തഖ്സീസിന്റെ അലിഫിലാമാണ് ഇത്. അന്ന കുല്ല വാഹിദിൻ മിൻഹും, ഇവരിൽ എല്ലാ ഓരോരുത്തരും ലാ യഅസു ലക ദാലിക, ആ ഓരോരുത്തർക്കും അത് കരസ്ഥമാവാൻ കഴിയൂല, കരസ്ഥമാകൂല. അതുകൊണ്ടാണ് അപവൽ ഔല, ഏറ്റവും നല്ലത് എന്താവണം? കൗനുക, ഈ അലിഫിലാമ് ആവണം തിൽ മൗഊദി ഇൻദൽ മുഖാതബീന, അഭിമുഖ സംഭാഷകന്മാരുടെ അടുക്കൽ അതെന്തായിരിക്കണം? ആയതിന് അറിയപ്പെട്ടതായിരിക്കണം. അപ്പൊ അതാണ് പാദർശമില്ലാത്തതിന്റെ വർഗം എന്നല്ല. നഗ്നത മറക്കാൻ കഴിവില്ലാത്തത് പറഞ്ഞാൽ അത് അറിയപ്പെട്ട ആളായിരിക്കണം. അല്ലെങ്കിൽ താരിവിൽ മാഹിയത്തി, അല്ലെങ്കിൽ ഈ അൽഫിലാമിനെ മാഹിയത്തിനെ മാരിഫയാക്കാൻ വേണ്ടി വെക്കാം, ഹഖീഖത്തിനെ മാരിഫാക്കാൻ വേണ്ടിയിട്ടും വെക്കാം. അൽ ആലത്ത, ആലത്തായ ആളുകളെ തങ്ങൾ കാണുക. ഈ തഫ്സീഫിൽ ലാമി, ലാമിന് ശ്രദ്ധ കൊടുക്കാതെ ആല, ജമ്മു ആയിലിൻ, ആയിലിന്റെ ജമ്മാണ് ആലത്ത്. മിൻ ആലിൻ, ആലിൻ എന്നതിലാണ് ആയില് വന്നത്. ഇബ്തഖറ എന്നതിനർത്ഥം ആല, ആല എന്ന് പറയുമ്പോൾ ഇബ്തഖറ സാധുവായി എന്നർത്ഥം. ഒമിൻഹു, അങ്ങനെ ആല എന്ന് പറയുന്നത് സാധു എന്ന അർത്ഥത്തിൽ വന്നതാണ്. നബിയെ, അള്ളാഹു നിങ്ങളെ ഒന്നുമില്ലാത്ത സാധുവായിട്ട് എത്തിച്ചു, ഇപ്പൊ നിങ്ങൾ ആവശ്യം തീർത്തു എന്നാണ്. ആലിന്ന് വരുമ്പോ അങ്ങനെ ആലയിൽ നിന്നാക്കാം. അപ്പൊ കസറത്ത് അയ്യാലുഹു, അവന്റെ സന്താനങ്ങൾ അധികരിച്ചു എന്നതിന്റെ അർത്ഥം. ആവട്ടെ സാധുവായ, നഗ്നത മറക്കാൻ കഴിവില്ലാത്ത, പാദരക്ഷയില്ലാത്ത ആടുമേക്കുകാരായ ആളുകളെ. ബിഗസിരി അവലി റിആ വബിൽ മദ്ദി റിആ, ജമ്മു റായിൻ, റായിന്റെ ജമ്മ റിആ വയജ്മു അയലൻ, റിആ എന്ന് ജമ്മാക്കിയതുപോലെ അലാ റുആത്തി ബിളമ്മി അവലി, റുആത്തി എന്നതിനെ ജമ്മാക്കാം. വഹാഇൻ ആഖിറു, അവസാന ആഖിറു. ഖസ്രി, ഖസ്റോടുകൂടെ മദ്ദില്ലാതെ എന്ത് പറയാ? റുആ എന്ന് പറയാം. റഈ എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? അൽഹിഫ്ളു, സൂക്ഷിക്കുക എന്നർത്ഥമുണ്ട്. അപ്പൊ ആടുമേക്കുകാരനും സാധുമായ, നഗ്നത മറക്കാൻ കഴിവില്ലാത്ത, പാദരക്ഷയുമില്ലാത്ത ആളുകളെ നിങ്ങൾ കാണുക. എങ്ങനെ കാണുക എന്നുള്ളത് പിറകിൽ വരുന്നുണ്ട്. ഷാ എന്ന് പറഞ്ഞാൽ ജമ്മു ഷാത്ത്, ഷാത്തിന്റെ എന്നാണ് റിയാദ് ഷാ എന്ന് പറഞ്ഞത്. വഹുവ, ഈ ഷ്യാമിനൽ മജ്മുഇ മിനൽ ജുമുഇ, ജമ്മുൽ പെട്ടതാ. അല്ലത്തി, അങ്ങനത്തെ ജമ്മുകൾ യുഫറഖു ബൈനഹ വബൈന വാഹിദിഹ ബിൽ ഹായി, ജമ്മിനെയും ജമ്മിന്റെ വഹദാനെയും ഹാ കൊണ്ട് വിട്ടുപിരിക്കും, ഹാത്താവണ്ടേ. അങ്ങനെയുള്ള ജമ്മുകൾ പെട്ടതാണ്. അപ്പൊ ഷാത്ത് ഉണ്ടോ? മുഫ്രദാമ ഷാത്ത്, ജമ്മാമ ഷാ, അങ്ങനെയാണ്. വഫീ റിവായത്തിൽ മുസ്ലിമിൻ, മുസ്ലിം റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്തിൽ കാണാം റിആഉൽ ബുഹ്മി എന്നാ കാണാം, ഷാ എന്നല്ല. ജമ്മു ബഹ്മത്ത്, ബഹ്മത്തിന്റെ ജമ്മാണ് ബുഹ്മ്. സിഗാറുൽ ലഅനി വൽ മഅസി, കോലാട്, നെയ്യാട്, ഇവകൾ ചെറിയ കുട്ടികൾ എന്നാണ്. ഈ ചെറിയ കുട്ടികളെ മേക്കുന്നവർ എന്നൊരർത്ഥമുണ്ട്. വഖദ് യഖുസ്സു ബിൽ മഅസി, ചിലപ്പോൾ ഈ ബുഹ്മി എന്നുള്ളത് കോലാട് കൊണ്ട് മാത്രം പ്രത്യേകമായി നിൽക്കും. വഫീ റിവായത്തിൽ ബുഖാരി, ബുഖാരി റിപ്പോർട്ട് ചെയ്ത് കാണുക റിആഅൽ ലിബ്നിൽ ബുഹ്മി എന്ന് കാണാം. ബിളമ്മി അവലിഹി ബു,
ജമ്മു ബഹീമിൻ, ബഹീമിന്റെ ജമ്മായിട്ടാണ് ബുഹുമ വന്നത്. കീല പറയപ്പെട്ടിട്ടുണ്ട് മജ്ഹൂൽ, അത് മജ്ഹൂലാണ് എന്ന് പറയുന്നുണ്ട്. മജ്ഹൂൽ എന്ന് പറയുമ്പോൾ അതിന്റെ നിറം എന്താണെന്ന് അറിയൂല, അങ്ങനെയുള്ളതിനെ ബുഹുമെന്നും പറയുന്നു. ആവട്ടെ ഒട്ടകത്തിന്റെ ചെറിയ കുട്ടികളെ വേക്കുന്നതാണ് അർത്ഥമുണ്ട്. വല്ലൗല ഏറ്റവും നല്ലത് അന്നകുൽ അസ്വദ് സർഫ്, വെറും തനിച്ച കറുത്ത ഒട്ടകം അർത്ഥം വെക്കലാണ്. വഫീഹ് റഫ്ഉ ബുഹുമിന് റിയാഉഷാദിന്റെ, അതിൽ റഫ് ചെയ്യലുണ്ട്. എന്തിന്? ബുഹുമിന് റഫ് സിബത്തുൽ റുആൽ, റുആഹി സിബത്തായതുകൊണ്ട് ബുഹുമു എന്ന് പറയാം. ഈ അന്നൽ അദമത്ത, കാരണം രക്തവർണം, വാലിബു അൽവാനിൽ അറബി, അറബികളിൽ അധികം മികച്ചു നിൽക്കുക രക്തവർണ്ണ കളറാണ്. പിന്നെ വൽ ജറു, ഇനി റഫ് ചെയ്യാതെ ജറു ചെയ്യാം, അത് സിബത്തലിൽ ഇബിലി, ഇബിലിന് സിബത്താക്കിയിട്ട് റിആഉൽ ഇബിലിൽ ബുഹ്മി, റിആഉൽ ഇബിലിൽ ബുഹ്മു എന്നൊക്കെ വായിക്കാം. വഖുസ്സ മുത്ലഖുർ റിആൽ, ഇവിടെ മുത്ലഖുർ റിആൽ എന്ന് പ്രത്യേകമാക്കപ്പെട്ടു. എന്തുകൊണ്ട് റിആനെ മാത്രം എടുത്ത് പറഞ്ഞത്? ലി അന്നഹും അദ്അഫുൻ നാസി, ജനങ്ങളെ കൂട്ടത്തിൽ ഏറ്റവും ദുർബലരായ ആളുകളാണ് ഈ ആട് മേക്കുകാർ എന്നുള്ളത്. പിന്നെ റിയാഉഷാ, വെറും റിയാ പറഞ്ഞു. പിന്നെ റിയാഉഷാ എടുത്താല് റിയാഉഷാ എന്ന് പറഞ്ഞാൽ അത് പ്രത്യേകമാക്കപ്പെട്ടത് ലി അന്നഹും അദ്അഫുർ റിആൽ, മേക്കുകാരിൽ വെച്ച് ഏറ്റവും ദുർബലന്മാരാണ് ആട് മേക്കുകാർ. ജനങ്ങളിൽ വെച്ച് ഏറ്റവും ദുർബലനാണ് പൊതുവെ മേക്കുകാർ. അവൻ സമ്മ കാരണം കൊണ്ട് കീല പറയപ്പെട്ടു റിവായത്തു റിയാഉഷാ, റിയാഉഷാ എന്ന് പറയുന്നത് അൻസം വിസിയാഖി മിൻ റിവായത്തി റിആഉൽ ഇബ്ലി, റിആഉൽ ഇബ്ലി എന്ന് പറയുന്ന റിപ്പോർട്ടിൽ നിന്ന് അതിനേക്കാൾ നല്ലത് അത് കൊണ്ടുവരുന്നതനുസരിച്ച് നോക്കുമ്പോൾ അതിനോട് യോജിച്ചത് റിയാഉഷാ എന്ന് പറയലാണ്. ഫൈനഹും അസ്ഹാബു ഫഖ്രിൻ വ ഖുയലാൻ, റിആഉൽ ഇബ്ലിന്റെ ആളുകളൊക്കെ ഡംബിന്റെയും പവറിലെ ആൾക്കാരാണ്. ഒലൈസു ആലത്തൻ ഒലാ ഫുഖറ വാലിബൻ, അവർ സാധാരണഗതിയിൽ സാധുക്കളോ പമ്പര പാവപ്പെട്ടവരോ ആവുകയില്ല, അതാണ് മാറ്റം. അപ്പൊ റിയാഉഷാനെ പറയാൻ നല്ലത്. വയുജാബു, അതിന് മറുപടി പറയാം. അന്ന ഫഖറഹും, നിശ്ചയമാക്കും ഒട്ടകത്തെ മേക്കുന്ന ആൾക്കാർക്കുള്ള പവറ് ഇന്നമാ ഹുവ ബിന്നിസ്ബത്തിൽ റിയാഉഷാ, റിയാഉഷായിലേക്ക് ചേർത്ത് നോക്കുമ്പോഴേ ഉണ്ടാവുള്ളൂ. ലാലി വൈരി റിയാൽ, റിയാൽ അല്ലാത്തവരിലേക്ക് ചേർത്ത് നോക്കുമ്പോ ആ പവർ മന്ദസ് ഉണ്ടാവില്ല. ആടിനെ മേക്കുകാരിലേക്ക് ചേർത്ത് നോക്കുമ്പോഴേ ഉണ്ടാവുള്ളൂ. മേക്കാത്ത ആളിലേക്ക് ചേർത്ത് നോക്കുമ്പോഴേക്ക് എന്ത് പവർ? ഫൽ ഖസ്ദു, അപ്പോൾ ഉദ്ദേശം ഹാസിലും ദിക്രി മുത്ലഖി റിയാൽ, വെറും ഒരു റിയാൽ എന്ന് പറഞ്ഞാൽ തന്നെ കിട്ടിയല്ലോ. വലാകിന്നഹു, എങ്കിലും റിയാഉഷാ അബിലാണ്, അവിടെ ഏറ്റവും സാഹിത്യമായി പറയാൻ നല്ലത് മികച്ചത് റിയാഉഷാ എന്ന് പറയലാണ്. നീ ചോദിച്ചാൽ അൽ ഖിസ്സത്തു വൈറു മുതഅദ്ദിദത്തിൻ, ചരിത്രം മുതഅദ്ദിദല്ലല്ലോ. ഫകൈഫൽ ജമ്മു ബൈന റിവായത്തൈനി, പിന്നെ ഇവിടെ രണ്ട് റിപ്പോർട്ടായിട്ട് ജമ്മു ചെയ്യേണ്ട ആവശ്യം എന്താ? ഒരു കഥയുള്ളൂ ഇവിടെ, ചരിത്രം കൂടുതലില്ലല്ലോ. അങ്ങനെയാണെങ്കിൽ ചോദിച്ചാൽ കൊൽത്തു, ഞാൻ പറയും യഹ്തമിലു, സാധ്യതയുണ്ട് അന്നഹു സല്ലല്ലാഹു അലൈഹി വസല്ലം ജമഅ ബൈനഹുമാ, ഇത് രണ്ടിന്റെയും കൂടി ഇടയിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്തായി? ജമ്മു ചെയ്തു. എന്നിട്ട് ഖാല, അർവിതങ്ങൾ പറഞ്ഞു റിയാഉൽ ഇബ്ലി വശായി, ഇങ്ങനെ വരാലോ. അപ്പോ ഫാസില റാവി, ഇങ്ങനെ വന്നപ്പോ റാവി എന്തായി? അൽ അവ്വല, ആദ്യത്തേതിനെ സൂക്ഷിച്ചു. ആഖറു, വേറൊരു റിപ്പോർട്ടുകാർ സൂചിച്ചത് അസ്സാനിയ, രണ്ടാമത്. അങ്ങനെ വന്നതാണ് എന്നായി. ആവട്ടെ ഈ പറയുന്ന ആടുമേക്കുകാരും സാധുക്കളും അവർത്ത് മറക്കാൻ കഴിവില്ലാത്തവരും പാദരക്ഷ ധരിക്കാൻ കഴിവില്ലാത്തവരുമായി ഈ ആടുകളെ നിങ്ങൾ കാണുക. എന്തായി കാണുക, എങ്ങനെ കാണുക, അത് ഇൻഷാ അല്ലാഹ് അടുത്ത